നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ ഹെയ്റ്റിയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബ്രസീലിനായിട്ട് മാത്യൂസ് കുഞ്ഞ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ വിനി ജൂനിയർ ഒരു ഗോളും കണ്ടെത്തി. ആദ്യ മത്സരം സമനിലയിൽ കുരുങ്ങിയതിനെ തുടർന്ന് ഈ മത്സരത്തിലെ വിജയം ബ്രസീലിന് അനിവാര്യമായിരുന്ന ഒരു ഗോൾ വർഷം പ്രതീക്ഷിച്ചാണ്. പക്ഷേ ആദ്യ പകുതിയിൽ 3 ഗോളുകൾ അടിച്ച ബ്രസീലിന് രണ്ടാം പകുതിയിൽ ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മാത്യൂസ് കുഞ്ഞയും റാഫീഞ്ഞയും അതുപോലെ വിനി ജൂനിയറും ലൂക്കാസ് പക്കേറ്റയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ തുടക്കം മുതൽ ബ്രസീലിൻ്റെ ആക്രമണങ്ങളാണ് നമ്മൾ കണ്ടത്. അതേസമയം 5 ഡിഫൻഡർമാരെ അണിനിരത്തിക്കൊണ്ട് ഹെയ്റ്റ് ഇത് തടയാൻ വേണ്ടി ശ്രമിച്ചു. ബ്രസീലിൻ്റെ നീക്കങ്ങൾ റാഫീഞ്ഞ പന്ത് വലയിലേക്ക് എത്തിച്ചെങ്കിലും ഓഫ് സൈഡ് വിധിക്കപ്പെട്ടു. എന്നാൽ മാത്യൂസ് കുഞ്ഞയുടെ ഗോളിലൂടെ ബ്രസീൽ ലീഡെടുക്കുന്ന കാഴ്ച 23-ാമത്തെ മിനിറ്റിൽ. യഥാർത്ഥത്തിൽ വിനിയുടെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടതാണ്. അതിനെ തുടർന്ന് വന്ന റീബൗണ്ട് ഡിഫൻഡറും മാത്യൂസ് കുഞ്ഞയും ഒക്കെ കൂടി ഒരു പൊരിച്ചിലായിരുന്നു. അതിലിടക്ക് പന്ത് വലയിലേക്ക് കയറി. ഏതായാലും കുഞ്ഞയുടെ പേരിലാണ് ഗോൾ രേഖപ്പെടുത്തിയത്. 36-ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോൾ മാത്യൂസ് കുഞ്ഞ നേടി. ഇത്തവണ ബ്രസീലിൻ്റെ വളരെ മികച്ചൊരു നീക്കത്തിനെ തുടർന്ന് വന്ന ഒരു ഗോളാണത്. വിനി ജൂനിയറുടെ അസിസ്റ്റിൽ നിന്നാണ് കുഞ്ഞയുടെ ആ ഗോൾ പിറക്കുന്നത്. ഏതായാലും അതോടുകൂടി ബ്രസീൽ പൂർണ്ണമായിട്ടും കളി നിയന്ത്രണത്തിലെടുത്തു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് പക്കേറ്റയുടെ ബോൾ സ്വീകരിച്ചു പോയ വിനി ജൂനിയർ മനോഹരമായിട്ട് കിടലനായിട്ട് ഫിനിഷ് ചെയ്തു. 3-0 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ബ്രസീൽ കളിക്കളം വിട്ടത്. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു ഹാഫ് എന്ന് ബ്രസീലിയൻ ഫാൻസിന് പറയാം. ആകെ നിരാശയുണ്ടാക്കിയത് റാഫീഞ്ഞയാണ്. പ്രകടനം മോശമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് പരിക്കും പറ്റി പിൻവലിക്കേണ്ടിയും വന്നു. കാസമിറോയുടെ പ്രകടനവും മികച്ചതായിരുന്നില്ല. രണ്ടാം പകുതിയിൽ പിന്നെ കളിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. അതായത് 64-ാമത്തെ മിനിറ്റിൽ പക്യോറ്റയ്ക്ക് പകരം ഗബ്രിയൽ മാർട്ടിനോവ് വന്നു. കുഞ്ഞയ്ക്ക് പകരം എൻട്രിക്ക് വരുന്നു. അങ്ങനെ മാറ്റങ്ങളൊക്കെ ബ്രസീൽ വരുത്തിയെങ്കിലും മറുഭാഗത്ത് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ ഹെയ്റ്റി കൂടുതൽ ബ്രസീലിൻ്റെ ഭാഗത്തേക്ക് ആക്രമിക്കാൻ തുടങ്ങി. മധ്യനിരയിലും മുന്നേറ്റത്തിലും കൂടുതൽ ആളുകളെ വെച്ചുകൊണ്ട് അവർ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി ബ്രസീലിന് അത്ര ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിക്കാൻ പറ്റിയില്ല. അവസരങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ എൻട്രിക്ക് ഒരിക്കൽ വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തെങ്കിലും അത് ഓഫ് സൈഡായി പോയി. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത്. എന്നാൽ രണ്ടാം പകുതി അത്ര മികച്ചൊരു പ്രകടനമല്ല ബ്രസീൽ നടത്തിയതെന്ന് പറയേണ്ടി വരും. എങ്കിലും കുറേ താരങ്ങൾക്കൊക്കെ പ്ലേയിങ് ടൈം കൊടുക്കാൻ പറ്റി. റയാനെ കളിക്കളത്തിലേക്ക് വിട്ടു, എഡേഴ്സിനെ കളിക്കളത്തിലേക്ക് വിട്ടു. ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ കോച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം 3-0 അനിവാര്യമായ വിജയം അവർ നേടിയിരിക്കുന്നു. ഇതോടുകൂടി ഗ്രൂപ്പ് സിയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ് ബ്രസീൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.